ഹായ് എവ്രിബഡി. ഈ ക്ലാസ്സിൽ നമ്മൾ ഷർമില ബോഹ്റ ജാലാൻ എഴുതിയ കോൺ സൂപ്പാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സമറിയാണ്. അപ്പോൾ നമുക്ക് ലേഖികയെ ആദ്യം പരിചയപ്പെടാം. ലേഖിക ഷർമില ബോഹ്റ ജാലാനാണ്. അവർ ജനിച്ചിരിക്കുന്നത് 7 ജൂലൈ 1973 അവരുടെ പ്രമുഖമായിട്ടുള്ള രചനകളാണ് ഷാദി സെ പേഷ്തർ, ബൂഡാ ചാന്ദ്, രാഗ് വിരാഗ്. അവർക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനങ്ങൾ ആണ് ഗദ്യലേഖൻ കാ പ്രഥം പുരസ്കാർ, യുവ പുരസ്കാർ, കനഹയ്യാലാൽ സേഠിയ സാരസ്വത് പുരസ്കാർ. ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സമറി പരിചയപ്പെടാം. कौन सूप कहानी में 2 वैवाहिक जोड़ों को दिखाया गया है. एक रजनी और विकास मुंबई में रहते हैं और दूसरे सुमन और राजीव जो मुंबई घूमने आते हैं और विकास और रजनी के साथ 4-5 दिन के लिए रहते हैं. അപ്പോൾ കോൺ സൂപ്പ് എന്ന കഹാനിയിൽ 2 കപ്പിൾസിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് രജനിയും വികാസും, അവർ ബോംബെയിൽ തന്നെയാണ് താമസം, മുംബൈയിൽ തന്നെയാണ് താമസം. മറ്റേത് സുമനും രാജീവുമാണ്. അവർ മുംബൈ കറങ്ങാൻ വരികയും അതിനുശേഷം ഈ വികാസിൻ്റെയും രജനിയുടെ ഒപ്പം തന്നെയാണ് താമസിക്കുന്ന 4-5 ദിവസത്തിന് വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുമൻ को पहले तो एलिफेंटा और प्रिंस ऑफ वेल्स देखने की इच्छा थी, लेकिन फिर सबके अनुरोध पर राजीव, विकास और रजनी के साथ मॉल देखने चली जाती है. സുമന് ആദ്യം എലിഫൻറ്റ കേവ്സും പ്രിൻസ് ഓഫ് വെയിൽസ് ഒക്കെ കാണാനായിരുന്നു ആഗ്രഹം. പക്ഷേ എല്ലാവരും പറഞ്ഞപ്പോൾ രാജീവ്, വികാസ്, രജനി ഇവരുടെ ഒപ്പം മോൾ കാണാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദോനോ മോൾ കെ മായാജാൽ മേ ഫസ് കർ ബഹുത് ഖരീദാരി കർ ലേത്തെ ഹെ. ദോനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവും സുമനുമാണ്. രണ്ടുപേരും മോളിൻ്റെ ഈ ഒരു മായാജാലം കണ്ടിട്ട് അവർ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. कौन सूप में आधुनिक जीवन में पसरते बाजार के इस मकड़ जाल को पूरी गहराई से दिखाया गया है. कौन सूപ്പിൽ മോഡേണൈസേഷൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാരുടെ ജീവിതങ്ങളിൽ മോൾ സംസ്കാരം എങ്ങനെയാണ് ഒരു സ്പൈഡർ വെബ് പോലെ ജീവിതത്തിൽ പടർന്നു പിടിക്കുന്നത് എന്നാണ് ഇതിൽ ഡീപ്പായിട്ട് കാണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. यहाँ पर बहुत सारी खरीदारी भारतीय समाज में तेज़ी से बढ़ते उपभोक्तावाद और माल संस्कृति को दिखाती है. അതായത് ഇവിടെ ഈ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി എന്ന ഒരു ടേം ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ തന്നെ പെട്ടെന്ന് സ്പീഡി ആയിട്ടുള്ള രീതിയിൽ ഉപഭോക്താവാദ് കൂടി വരുന്നുണ്ട്. അതായത് ഉപഭോക്താവാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമറിസമാണ്. അതായത് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടി അത് കൺസ്യൂം ചെയ്യുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം വരുന്നത്. മോൾ സംസ്കൃതി എന്ന് പറഞ്ഞാൽ മോൾ കൾച്ചറാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിൽ ഈ ഒരു കഹാനിയിൽ കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. पहले तो सुमन कहीं और जाने का सोचती थी, लेकिन मॉल के आकर्षण और उसके भव्यता ने उसे भी प्रभावित कर लिया. അതായത് ആദ്യം സുമൻ വേറെ എവിടെയൊക്കെയാണ് പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷേ മോളിൽ കാണപ്പെടുന്ന അട്രാക്ഷൻ, അതിൻ്റെ ഭവ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരത്വം ആണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ, അവളെയും അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോൾ കാ വാതാവരൺ മോഹക് ലഗ്നെ ലഗ. അവൾക്കും ഈ മോളിൻ്റെ ആ ഒരു അന്തരീക്ഷം വളരെയധികം ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. രാജീവ് और സുമൻ के बीच आर्थिक तनाव खरीदारी के कारण उत्पन्न होता है. അതായത് അവർക്ക് ഇടയിൽ സാമ്പത്തികമായിട്ടുള്ള രീതിയിലുള്ള ടെൻഷൻ എപ്പോഴാണ് ഉത്ഭവിക്കുന്നതെന്ന് വെച്ചാൽ ഖരീദാരി ഉണ്ടാകുന്ന സമയത്ത്, അതായത് അവർ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സമയത്താണ് ഇതൊരു പ്രശ്നമായിട്ട്, ഒരു സാമ്പത്തികമായിട്ടുള്ള ടെൻഷനായിട്ടുള്ള രീതിയിൽ അവർ മുൻപിൽ വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേക്കിൻ രാജീവ് സുമൻ പർ ബിനാ യോജന കെ ഖരീദാരി കർനെ കാ ആരോപ് ലഗാത്താ ഹെ. പക്ഷേ രാജീവ് പറയുന്നത് നീ ഒന്നും നോക്കാതെ, ആലോചിക്കാതെ, പ്ലാൻ ചെയ്യാതെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് രാജീവ് പറയുന്നത്. ജബ്കി സുമൻ ഇസെ രാജീവ് കി പസന്ദ് കെ രൂപ് മേ ദിഖ്തി ഹെ. അതായത് സുമൻ അപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവിന് ഇഷ്ടമായത് കൊണ്ടാണ് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ അയക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. यहाँ पर हमें पता चलता है कि उपभोक्तावाद के पीछे आर्थिक तनाव और व्यक्तिगत प्राथमिकताओं में अंतर कैसे एक जोड़े के बीच भी संघर्ष का कारण बन सकती है. എക്കണോമിക് ആയിട്ടുള്ള രീതിയിലുള്ള ടെൻഷനും ഇൻഡിവിജ്വൽ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടും കാരണം എങ്ങനെ ഒരു കപ്പലിൻ്റെ ഇടയിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഈ കൺസ്യൂമറിസം എന്ന് നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കാം എന്നാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ജബ്കി രജനി और विकास आर्थिक रूप से अच्छी स्थिति में हैं और दोनों कमाऊ हैं. അപ്പം ഇവിടെ വേറൊരു കപ്പലിനെ കാണിച്ചിട്ടുണ്ടല്ലോ, രജനിയും വികാസും. അവർ നല്ല രീതിയിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. രണ്ടാൾക്കും ജോലിയുണ്ട്. ജിൻകെ ജീവൻ ശൈലി സെ സുമൻ പ്രഭാവിത് ഹോത്തി ഹെ ഓർ അപ്നെ ജീവൻ മേ ഉൻകെ സമാൻ ബന്നെ കി കോശിഷ് കർത്തി ഹെ. അപ്പോൾ ഇവരെ കണ്ടിട്ടാണ് സുമൻ കുറച്ച് അഫക്റ്റഡ് ആവുകയും അട്രാക്റ്റഡ് ആവുകയും അവരെ പോലെ ആവണം എന്നൊരു ചിന്ത സുമൻ്റെ മനസ്സിൽ വരികയും ചെയ്യുകയാണ് ആ ഒരു ടൈമിൽ. ओके. सुमन के जीवन में घटित इस संभव के फलस्वरूप से हमें पता चलता है कि दूसरों की जीवन शैली से प्रभावित होना और उन जैसा बनने की कोशिश करना ये हमेशा संभव या आवश्यक नहीं है. അതായത് ഇതിൽ നിന്ന്, ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ ജീവിത ശൈലിയിൽ നിന്ന് നമുക്ക് അട്രാക്റ്റഡ് ആവുക, നമ്മൾ അവരെ പോലെ ആവാൻ ശ്രമിക്കുക എപ്പോഴും ആവശ്യമുള്ള കാര്യവുമല്ല, അതുപോലെ എപ്പോഴും സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് വേറൊരാളെ പോലെ ആവുക എന്നത്
വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് എന്നാണ് ആ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. यहाँ पर सुमन और राजीव के बीच के तनाव का कारण उनमें आपसी संचार और समझ की कमी का परिणाम है. അതായത് ഈ കപ്പിളിൻ്റെ ഇടയിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് കാരണം മുഴുവൻ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ കുറവും അതുപോലെ തന്നെ അവർ തമ്മിൽ മനസ്സിലാക്കാത്തതുമാണ്. അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയും അവരുടെ ഇടയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവായത് കാരണം കൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജോ ഉൻ ദോനോ മേ ബഡ്തി ദൂരിയോ കി തരഫ് ഇഷാര കർ റഹി ഹൈ. അതായത് അവർ തമ്മിലൊരു അകലം വരുന്നുണ്ട് എന്നതിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം इंडिकेट ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. जोड़ों में संवाद की कमी और एक दूसरे की भावनाओं को समझने में असफलता रिश्तों में दरार पैदा कर सकती है. ये कहानी हमें दर्शाती है. കപ്പിൾസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് കാരണം തന്നെ അവരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ അവർക്ക് പരസ്പരമുള്ള ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് തന്നെ അവരുടെ ആ റിലേഷൻഷിപ്പിൽ തന്നെ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇസ് കഹാനി മേ ഉപഭോക്താവാദ് സാമാജിക് തുലന रिश्तों के तनाव यह सब आधुनिक जीवन शैली के मूल आधार बन चुके हैं जिसे हम अनदेखा नहीं कर सकते. ഈ ഒരു സ്റ്റോറിയിലൂടെ കൺസ്യൂമറിസവും അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള രീതിയിലുള്ള കമ്പാരിസൺസ്, റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ടെൻഷൻസ്, ഇതെല്ലാം മോഡേൺ ആയിട്ടുള്ള ജീവിത ശൈലിയുടെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊന്നും നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. लेकिन इन्हें हम अपने रिश्तों पर हावी न होने देने से ही अपने रिश्ते को बचा कर रख सकते हैं. അതായത് ഇതെല്ലാം നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹി മായനെ മേ ഇസെ സംവാദ് കർ ഹി ജോഡെ അപ്നെ ബീച്ച് കി ഗലത്ഫഹമിയാ ദൂർ കർ സക്തെ ഹൈ. അതായത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാറ്റണമെങ്കിൽ കപ്പിൾസ് തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ആ ലാസ്റ്റ് വരിയുടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കോൺ സൂപ്പ് എന്ന കഹാനിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഇൻസിഡൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്